യേശുവിൻ്റെ സുവിശേഷ വചനങ്ങൾ ചിലത് ഓർമ്മിപ്പിക്കുവാനും ദൈവം തന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവർക്കും സ്നേഹപൂർവ്വം വന്ദനം അറിയിച്ചു കൊള്ളുന്നു. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ സ്വദേശം തമിഴ്നാടാണ്. മണ്ടക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലം നിങ്ങൾ കേട്ട് കാണും. അവിടെ ഒരു പ്രശസ്തമായ ഹൈന്ദവ ക്ഷേത്രമുണ്ട്. അതിൻ്റെ അടുത്താണ്. തമിഴ്നാട്ടിൽ സർവ്വലോകാധിപ നമസ്കാരം, സർവ്വ സൃഷ്ടികനെ നമസ്കാരം എന്ന് പറയുന്ന ഒരു തമിഴ് ക്രിസ്തീയ ഗാനം നിങ്ങൾ കേട്ട് കാണും. മലയാളത്തിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാട്ട് എഴുതിയത് എൻ്റെ മുത്തച്ഛനാണ്. ഞാൻ അവൻ്റെ പേരനാണ്. CSI ക്രിസ്ത്യാനി കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പിന്നീട് ഞാൻ മലയാളം പഠിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്തെങ്കിലും മലയാള ഭാഷാ സംസാരത്തിൽ തെറ്റുപറ്റിയാൽ ദയവായി ക്ഷമിക്കുക. ഹല്ലേലൂയ. ആ കുടുംബത്തിൽ ജനിച്ചു. എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുവാൻ വേണ്ടി അവിടെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സ് പറഞ്ഞു, ഒന്നിൽ കുഞ്ഞിനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അമ്മയെ സംരക്ഷിക്കാം. രണ്ടുപേരും ഒന്നിച്ച് സംരക്ഷിക്കുവാൻ കഴിയില്ല. ഈ കുഞ്ഞിനെ തള്ളിക്കള, അത് പോകും. ഈ അമ്മാവിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കാൻ നമ്മൾ. അങ്ങനെയെങ്കിൽ ഈ അമ്മ ഇന്നൊരു കുഞ്ഞിനെ കൂടെ ജനിക്കാമല്ലോ എന്ന് അങ്ങനെ പറഞ്ഞു. അതിനുடைய തയ്യാറെടുപ്പുകളെല്ലാം ചെയ്തു. എൻ്റെ അമ്മ ചെറിയമ്മ ഒക്കെ അവർ കരഞ്ഞ് പ്രാർത്ഥിച്ച്, ദൈവമേ ഈ കുഞ്ഞിനെ സുഖമായിട്ട് പ്രസവിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചെങ്കിൽ, സഹായിച്ചെങ്കിൽ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് തരാം, നിനക്ക് തരാം, എൻ്റെ ജോലിയിലേക്ക് തരാം എന്ന് അർപ്പിച്ച് പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ മുമ്പ് നിൽക്കുന്നത്. ഹല്ലേലൂയ. അതിന് ശേഷം അവിടെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിലാണ് ഞാൻ ചെല്ലുന്നത്. ഞങ്ങളുടെ പാരമ്പര്യ സഭ അതല്ലേ, CSI. എൻ്റെ മുത്തച്ഛൻ അവിടെ പാസ്റ്ററാണ്, മുമ്പ് പ്രശസ്തമായ പാസ്റ്റർ. ആ ചർച്ചാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ഞായറാഴ്ച ആ പാസ്റ്ററിനെതിരായിട്ട് അവിടെ ഉള്ള ഡീക്കന്മാർ, സെക്രട്ടറിയൊക്കെ ബഹളം വെച്ചു. അല്ലേ, മുമ്പ് വന്ന് നീ ഇവിടെ ആരാധന നടത്തുന്നത് എന്ന് ബഹളമൊക്കെ വെച്ചു. എനിക്കത് വളരെ കൺഫ്യൂഷനായിരുന്നു. എന്താ ഇത്, നമ്മൾ ദൈവത്തിനെ ആരാധിക്കുവാനാണ് ഇവിടെ വന്നതല്ലേ? അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഈ യോഗം അവസാനിച്ച ശേഷം അവിടെ കുത്തിയിരുന്ന് നന്നായിട്ട് കമ്മിറ്റിയൊക്കെ കൂടി നന്നായിട്ട് സംസാരിക്കാം. എന്താ ഇത് എന്ന് വളരെ കൺഫ്യൂഷനായത് കൊണ്ട് പിന്നിൽ ഞാൻ ചർച്ചിൽ ചെല്ലുന്നില്ല. അങ്ങനെ ദൈവമുണ്ടോ, ആ ദൈവം ഇവിടെ ആയിരിക്കുന്നോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ച് പോയി. അങ്ങനെ ആയിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഉണർവ് സംസാരിച്ചതാണ്, ഇവിടെ കാണുന്നതും കേൾക്കുന്നതും വെച്ചിട്ട് തെറ്റായിട്ട് ഒന്നും നീ ചിന്തിക്കരുത്. ഈ ദൈവത്തിനെ നീ അന്വേഷിച്ചാൽ കണ്ടുമുട്ടുവാൻ കഴിയും. അപ്പോൾ എങ്ങനെ അന്വേഷിക്കുന്നത്? തേങ്ങയോ മാങ്ങയോ നമ്മൾ അവിടെ നോക്കാൻ അല്ലേ? അത്ര എളുപ്പമല്ല. അതെ, എങ്ങനെ അന്വേഷിക്കുന്നത് എനിക്കറിയില്ല. അങ്ങനെ ആയിരിക്കുമ്പോൾ എൻ്റെ ഒരു ഉണർവ് ഇങ്ങനെ സംസാരിക്കാൻ, ഇവിടെ ഈ ബൈബിൾ വെച്ചല്ലേ ഇവിടെ ഉള്ള പാസ്റ്റർമാരൊക്കെ സംസാരിക്കുന്നത്. അവിടെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിൽ 4 ബൈബിൾ റീഡിംഗ് ആണ്. വേൾഡിൽ 2, പഴയ നിയമത്തിൽ 2, പുതിയ നിയമത്തിൽ 2 വായിക്കും. അവിടെ ചെല്ലുന്നവർക്കറിയാം. അപ്പം ഞാൻ ബൈബിളിൽ നിന്നാണ് ആ പാസ്റ്റർ വചനം എടുത്ത് സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവീകം ഇവിടെ ഉള്ള സുവിശേഷം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ബൈബിളിലല്ലേ കാണും എന്ന് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ഈ ബൈബിൾ എടുത്ത് യേശു ആരാണ്, എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അപ്പോസ്തലന്മാരെന്ന് പറയുന്നത് ആരാണ്, അവരൊക്കെ എന്താണ് പറയുന്നത് എന്നൊക്കെ അവിടെ വായിച്ചു നോക്കി. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം, അവിടെ ബൈബിളിൽ ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾക്കും അന്ന് പാരമ്പര്യമായിട്ട് ആയിരുന്ന ആ ചർച്ചിലുള്ള പാരമ്പര്യ രീതിയിലായുള്ള കാര്യങ്ങൾക്കും ഏതോ വ്യത്യാസം കാണുന്നത് പോലെ എനിക്കൊരു തോന്നുന്നുണ്ടായി. അപ്പോൾ അങ്ങനെയാണോ? എന്നാലും ബൈബിൾ വായിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്കിത് കുറച്ച് കൺഫ്യൂഷനാണ്. എന്നാലും ഈ യേശുവിൻ്റെ വചനം വായിക്കും, പ്രാർത്ഥിക്കും, അതുപോലെ ഞാൻ ചെയ്യും. അത്ര തന്നെ എന്നെ കൊണ്ട് കഴിയും, അല്ലേ? വേറെ ഏത് ഇടത്തിലും ചെല്ലുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബൈബിൾ വായിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഭവന അവിടെ ഹൗസ് വിസിറ്റ് എന്ന് പറയും, ഇല്ലേ, വീട് വിസിറ്റിനായിട്ട് ആ പാസ്റ്റർ, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ പാസ്റ്റർ അവിടെ വരുമ്പോൾ എൻ്റെ അമ്മ പറയും, ഈ ചെറുക്കൻ അവിടെ ചർച്ചിൽ വരുന്നില്ല, ഇവനോട് നിങ്ങൾ കുറച്ച് സംസാരിക്കണമെന്ന് പറയും. അപ്പം ഞാനും ആ അച്ഛനും ആ പാസ്റ്ററുമായിട്ട് അടുത്തിരുന്ന് സംസാരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, പാസ്റ്ററെ, ഈ ബൈബിളല്ലേ നമുക്ക് പ്രധാനം, ഇവിടെയല്ലേ സുവിശേഷത്തിൻ്റെ പൂർണ്ണത ഇവിടെയല്ലേ കാണുന്നത്? അതെ. അപ്പം ഞാൻ വായിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾക്കും നമ്മൾ പാരമ്പര്യമായിട്ട് ഇവിടെ കാണുന്ന കാര്യങ്ങൾക്ക് ഏതോ വ്യത്യാസങ്ങൾ ഉള്ളതുപോലെ എനിക്കൊരു തോന്നല എന്ന് പറഞ്ഞു, അല്ലേ? അങ്ങനെ പറഞ്ഞപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഈ ബൈബിൾ പ്രകാരം അത്ര ശരിയായിട്ട് ആരും ഇവിടെ
ജീവിക്കുന്നില്ല. ഈ ബൈബിൾ പ്രകാരം ആരും അത്ര കൃത്യമായിട്ട് ഇവിടെ ജീവിക്കുന്നില്ല. ഈ ഒരു ബൈബിളാണ് ഇവിടെ ഉള്ളത്. ഈ ബൈബിൾ ഇപ്പോൾ കത്തോലിക്ക മാർഗക്കാർ അവിടെ ഉണ്ടല്ലോ, അവരുടെ പാരമ്പര്യ രീതിയിൽ ചെല്ലുന്നു. പിന്നീട് സാൽവേഷൻ ആർമി, ലുതറൻ, മെത്തഡിസ്റ്റ് ആൻഡ് പെന്തക്കോസ്തേ, അവരൊക്കെ അവരവർ ഓരോ രീതിയിൽ, ഓരോരോ പാരമ്പര്യ രീതിയിൽ ചെല്ലുന്നു. ബൈബിൾ ഒന്നാണ്, അത് പ്രകാരം അത്ര കൃത്യമായിട്ട് ആരും ജീവിക്കുന്നില്ല. അപ്പം നമ്മൾ CSI പാരമ്പര്യ രീതിയിൽ ചെല്ലുന്നു അല്ലേ. അവരൊക്കെ അവരുടെ പാരമ്പര്യ രീതിയിൽ ചെല്ലുവാൻ അവർക്ക് അനുവാദം ഉണ്ടെങ്കിൽ നമുക്കില്ലേ എന്ന് പറയുന്നത് പോലെ. ഇതൊക്കെ ആദ്യം എനിക്ക് അറിയില്ല, മുമ്പ് എനിക്കറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണ് പാസ്റ്റർ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത്ര പാരമ്പര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോ, നമ്മളെല്ലാവരും ഒരേ യേശു ഇരിക്കുന്ന ഇടത്താണ് ചെല്ലേണ്ടത്, ഒരേ സ്വർഗത്താണ് ചെല്ലേണ്ടത്, അതേ ഒരേ യേശു അല്ലേ ഉള്ളത്. അപ്പം അങ്ങനെയെങ്കിൽ ഇത്ര പാരമ്പര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഇതിൽ ഏത് പാരമ്പര്യത്തിലൂടെ ചെന്നാൽ ഉറപ്പായിട്ട് അല്ലേ യേശു ഇരിക്കുന്ന ഇടത്തിൽ ചെല്ലുവാൻ കഴിയുമെന്ന് ചോദിച്ചു. പാസ്റ്റർ കൺഫ്യൂഷായി. ഏത് പാരമ്പര്യ രീതിയിൽ ചെല്ലേണ്ടത്? ഉത്തരം പറഞ്ഞല്ല. അപ്പോൾ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ പാസ്റ്റർ, നമ്മൾ CSI ചർച്ച് വിശ്വാസിയാണ് അല്ലേ, അന്ന് നിങ്ങൾ പാസ്റ്ററാണ്, ഈ CSI ചർച്ചിൻ്റെ പാരമ്പര്യ രീതിയിൽ ചെന്നാൽ ഉറപ്പായിട്ട് അവിടെ ചെല്ലുവാൻ കഴിയുമോ? അതിന് ഉത്തരം പറഞ്ഞില്ല. അല്ലല്ലോ. പിന്നീട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഇവിടെ യേശുവും അപ്പോസ്തലന്മാരും എന്ന് ശിഷ്യന്മാരെന്ന് പറയുന്നതിലൂടെ ഇവർ പറഞ്ഞിരിക്കുന്ന ആ പാരമ്പര്യ രീതി ഇതൊക്കെ എവിടെയാണ് കാണുന്നത് ചോദിച്ചു. ഉത്തരം പറഞ്ഞില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞു, തമ്പി, തമിഴിലാണ്, ഓക്കെ, നീ നന്നായിട്ട് ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, ദൈവം എന്നോട് സംസാരിക്കും, ദൈവം എന്തൊക്കെ നിനക്ക് കൽപ്പിച്ച് തരുന്നോ അപ്രകാരം ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ യേശു ഇരിക്കുന്നിടത്ത് ചെല്ലുവാൻ കഴിയും. ഓക്കെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവർ പോയി. അപ്പോൾ വീണ്ടും ഞാൻ ബൈബിൾ വായിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുന്നതും യേശുവിൻ്റെ വചന സുവിശേഷം വായിക്കുന്നതുമായിട്ട് അങ്ങനെ പോയി. പിന്നീട് എൻ്റെ +2 എഡ്യൂക്കേഷൻ, അവിടെ +2 12th സ്റ്റാൻഡേർഡ്, ഓക്കെ, +2 എഡ്യൂക്കേഷൻ കഴിഞ്ഞ ശേഷം അവരെന്നെ എൻജിനീയറിങ് സ്റ്റഡി, മെക്കാനിക്കൽ എൻജിനീയറിങ് പഠിക്കുവാൻ അവിടെ എൻജിനീയറിങ് കോളേജിൽ അയച്ചു. അവിടെ ഫസ്റ്റ് ഇയർ സ്പീഡായിട്ട് പോയി. എന്നെ ദൈവജോലിക്കായിട്ട് അർപ്പിച്ചത് ആദ്യം ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അങ്ങനെ അയച്ചു. ഫസ്റ്റ് ഇയർ പോയി. സെക്കൻഡ് ഇയർ വന്നപ്പോൾ വീണ്ടും ഒരു കൺഫ്യൂഷനാണ്, എന്നുള്ള ഒരു ഉണർവ് ഇങ്ങനെ സംസാരിക്കുകയാണ്, ഇവിടെ കാണുന്നതൊക്കെ മായയാ. എന്തായത് കാണുന്നതൊക്കെ മായ, നീ യേശുവിനെ മുഴുവൻ ഫോളോ ചെയ്യുക, അനുഗമിക്കുക അല്ലേ, യേശുവിനെ പൂർണ്ണതയായിട്ട് അനുഗമിക്കുക. എനിക്ക് മനസ്സിലായില്ല എന്തായത്. ഞാൻ യേശുവിൻ്റെ വചനം വായിക്കുന്നതാണ്, പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ യേശുവിനെ മുഴുവൻ അനുഗമിക്കുക എന്ന് പൂർണ്ണതയായിട്ട് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് എനിക്ക് മനസ്സിലായില്ല. വീണ്ടും ആ ഉണർവ് വന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ യേശു എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ഒന്നൊന്നായിട്ട് അവിടെ വീണ്ടും ചിന്തിച്ച് നോക്കി. യേശു എങ്ങനെ ജനിച്ചു, അമ്മ എവിടെ പ്രസവിച്ചു എന്നുള്ളത് നമുക്കറിയാം. പിന്നീട് 8ാമത് ദിവസമല്ലേ അവിടെ ദേവാലയത്തിൽ ചെന്നു എന്നുള്ളത് അറിയാം. 12ാമത് വയസ്സിലെ അവിടെ പുരോഹിതന്മാർ, അവിടെ ഉള്ള അച്ഛന്മാരുടെ നടുക്കിൽ നിന്ന് സംസാരിച്ചെന്നുള്ളത് നമുക്കറിയാമല്ലേ. 30ാമത് വയസ്സായപ്പോഴോ അവർ ദേവാലയത്തോട്ട് പുറത്ത് പോയി അല്ലേ. എവിടെ പോയി? യോഹന്നാനടത്തിൽ ചെന്ന് സ്നാനം അല്ലേ. അപ്പം ഞാൻ ചിന്തിച്ചു, എന്താ ഇത് ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് ചർച്ചിനകത്ത് കൊടുക്കുന്നതല്ലേ, പുറത്താണോ കൊടുക്കുന്നത്? എന്തിനാ പുറത്ത് പോയതല്ലേ, ചർച്ചിൽ പുറത്ത് പോയി. അവിടെ അത് 30 വയസ്സ് എന്തിനായത്? എനിക്ക് 5ാമത് വയസ്സിൽ എനിക്ക് ആദ്യത്തെ സ്നാനം അവിടെ തന്നതാണ്. ഓക്കെ, എന്താ 30 വയസ്സായത്? സ്നാനം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, പാസ്റ്റർ അങ്ങനെ പറഞ്ഞതാണ്, നമ്മളപ്പോൾ പാരമ്പര്യ രീതിയിൽ ചെല്ലുന്നതാണ് പറഞ്ഞു കളഞ്ഞല്ലോ. അപ്പോൾ ഇതും അവിടെ കണ്ടത് പാരമ്പര്യമാണോ? അപ്പോൾ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് എന്താണ് എന്നൊക്കെ അവിടെ പഠിച്ചപ്പോൾ, അവിടെ മത്തായി 28 കടൈസ് 2 വചനം വായിക്കുമ്പോൾ, നിങ്ങൾ പുറപ്പെട്ട് ചെന്ന്, അവിടെ തമിഴ് ബൈബിളിൽ ഇങ്ങനെയാണ്, സകലരെയും ശിഷ്യന്മാരാക്കി സ്നാനപ്പെടുത്തുക എന്നാണ് തമിഴിൽ. ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ. പക്ഷെ മലയാളത്തിൽ എന്നോട് ഉപദേശങ്ങൾ ഒക്കെ ഉപദേശിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് ശിഷ്യന്മാരാക്കി സ്നാനപ്പെടുത്തുവിൻ എന്നുള്ളതുപോലെ രണ്ടും ഒരു കാര്യമാണ്. യോഹന്നാൻ 4:1 വായിക്കുമ്പോൾ യേശു പലരെയും ശിഷ്യന്മാരാക്കി സ്നാനപ്പെടുത്തി എന്നുള്ളത് അവിടെ കാണാം, ഉറപ്പാണ്. ശിഷ്യന്മാരാക്കുവാൻ ഉപദേശിക്കുവൻ, പിന്നീട് ശിഷ്യന്മാരാക്കി സ്നാനപ്പെടുത്തുവൻ, അതാണ് അതിൻ്റെ കാര്യം. ഉപദേശം എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർ ആക്കുന്ന ഉപദേശമാണ്. ഓക്കെ, ഞാൻ പല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ആ വാക്ക്, അതായത് യേശുവിൻ്റെ ഭക്തന്മാരായിട്ട് യേശുവിനെ ആരാധിക്കണം എന്നുള്ളതാണ് അതുവരെ ഞാൻ ആയിരുന്നത്. പക്ഷേ ഇവിടെ എന്താ ശിഷ്യന്മാരോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? ശിഷ്യത്വമോ? ശിഷ്യന്മാരെന്ന് പറയുന്നത് എന്താണ്? ഒരു പുതിയ വാക്കാണ്.
അത് ശിഷ്യന്മാരനെ കേട്ടിട്ടില്ലല്ലോ, മനസ്സിലായി. എനിക്ക് വെറുതെ അങ്ങനെ സ്നാനപ്പെടുത്തുമ്പോൾ പറഞ്ഞു, പക്ഷെ എന്നാലും ശിഷ്യന്മാരാക്കി സ്നാനപ്പെടുത്തിയോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. ശിഷ്യന്മാർ ഞാനായോ? അങ്ങനെ ശിഷ്യൻ എന്നുള്ളത് കുറിച്ച് ഞാൻ വിശദമായിട്ട് വായിച്ചു. യോഹന്നാൻ 8:31-32 വായിക്കുമ്പോൾ യേശു തന്നെ വിശ്വസിച്ച യഹൂദന്മാരോട് ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എൻ്റെ ഉപദേശപ്രകാരം ജീവിച്ചാലേ നിങ്ങൾ എന്നോട് ശിഷ്യന്മാർ ആകും, അല്ലേ? അപ്പോൾ യേശുവിൻ്റെ ഉപദേശപ്രകാരം ജീവിക്കുന്നതാണ് ശിഷ്യത്വം. മനസ്സിലാകുന്നോ? യേശുവിനെ ആരാധിക്കുന്നതല്ല. ഞാൻ ദൈവം പഠിപ്പിച്ചത് നിങ്ങളോട് സംസാരിക്കും, അല്ലല്ലേ? യേശുവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നതാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. യോഹന്നാൻ 13:15 വായിക്കുമ്പോൾ ഞാൻ ചെയ്തതുപോലെ ചെയ്യുവാൻ നിങ്ങൾക്ക് മാതൃക കാണിച്ചിരിക്കുന്നു. അവിടെ ഞാൻ തമിഴിലിരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അവിടെ മലയാളത്തിൽ നിങ്ങൾ വായിച്ചു നോക്ക്, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക, ഞാൻ നടന്നതുപോലെ നടക്കുവാൻ വേണ്ടിയല്ലേ മാതൃക. എൻ്റെ മാതൃകാപ്രകാരം ജീവിച്ചാൽ മാത്രമേ എൻ്റെ ശിഷ്യന്മാരാകും, അവരാകും ഭാഗ്യവാന്മാർ എന്ന് പറയുന്നല്ലേ യേശു അവിടെ. അപ്പോൾ യേശുവിൻ്റെ വചനപ്രകാരമും മാതൃകാപ്രകാരം ജീവിക്കേണ്ടതാണ് ശിഷ്യത്വം, അല്ലേ? ഉറപ്പായല്ലോ നിങ്ങൾക്ക്. 1 പത്രോസ് 2:21 വായിക്കുമ്പോൾ അവൻ്റെ കാൽ ചുവട് പ്രകാരം ജീവിപ്പാൻ അവൻ മാതിരി വച്ചു പോയി എന്നുള്ളതുപോലെ, അല്ലേ? 1 യോഹന്നാൻ 2:6 അവനുള്ളായിരിക്കുന്നു എന്ന് പറയുന്നവർ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്, അല്ലേ? യേശുവിൻ്റെ ശിഷ്യത്വം. ഇപ്പോൾ ഈ കാര്യം ക്രിസ്തീയ മേഖലയിൽ ഇല്ല എന്നുള്ളത് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. ആ കാര്യം കുറിച്ച് സംസാരിക്കുവാൻ എനിക്ക് ഒരു ഉത്തരവാദം തന്നു, അല്ലല്ലയോ? ശിഷ്യന്മാരാക്കുക, ശിഷ്യത്വത്തിനെ കുറിച്ച് ചില കാര്യങ്ങളോട് ഞാൻ സംസാരിക്കാം. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ്. അവൻ്റെ വചനപ്രകാരം ഏത് കാര്യത്തിലും അവരുടെ മാതൃകാപ്രകാരം ജീവിക്കണം എന്നുള്ളതാണ്. സോ ഇങ്ങനെ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ പല രീതിയിൽ പഠിച്ചു. റോമ 6-ാം വചനത്തിൽ പഴയ മനുഷ്യനെ അങ്ങനെ കുളിച്ച് മൂടുന്നതാണല്ലേ പുതിയ മനുഷ്യനായിട്ട് മാറുന്നത്, പുതിയ ജനനം എന്ന് പറയുന്നത് പോലെ പല കാര്യങ്ങളൊക്കെ ഇതൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ എനിക്ക് തന്ന സ്നാനം തെറ്റായിപ്പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതായത് അന്ന് പാരമ്പര്യ സഭയിൽ എനിക്ക് എൻ്റെ 5-ാമത്തെ വയസ്സിൽ സ്നാനം തന്നു. ഞാൻ അവിടെ നിന്നു, എനിക്ക് ഓർമ്മ ഉണ്ട്. എൻ്റെ അമ്മ ഇവിടെ നിൽക്കുകയാണ്, എൻ്റെ അച്ഛൻ ഇവിടെ നിൽക്കുകയാണ്. ആ പാസ്റ്റർ ഇങ്ങനെ ചോദിച്ചു, എൻ്റെ അമ്മയിനിടത്തിലും അച്ഛനിടത്തിലും ചോദിച്ചു, ഈ കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ വളർത്തുമോ എന്ന് ചോദിച്ചിട്ട് അവർ തന്നെ പറഞ്ഞു കൊടുത്തു, ആമൻ്റെ പറ എന്ന് പറഞ്ഞു. ഓക്കെ, ആമൻ്റെ സൊല്ലുങ്കിൽ ഓക്കെ പറ എന്ന് പറഞ്ഞു. അച്ഛൻ അമ്മ ആം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് വെള്ളത്തെ എടുത്ത് എൻ്റെ തലയിൽ വെച്ച് പിതാസ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അതൊക്കെ പോയി 5-ാമത്തെ വയസ്സല്ലേ. പക്ഷെ ഇപ്പം ചിന്തിക്കുകയാണ്, എന്താ ഇത് ശിഷ്യന്മാരാക്കി സ്നാനപ്പെടുത്തുക എന്ന് ആ പാസ്റ്റർ വചനം വായിച്ചത് വാസ്തവയാണ്. പക്ഷെ എൻ്റെ ശിഷ്യനെ ആക്കിയില്ലല്ലോ, അല്ലല്ലോയോ? അവരുടെ അമ്മയുടെ അടുത്തിൽ ചോദിക്കുന്നു, എൻ്റെ തലയിൽ വെള്ളം ഒഴിക്കുന്നു. എന്താ ഇത്? തെറ്റായിപ്പോയി. അവരുടെ അടുത്തിൽ ചോദിച്ചാൽ അവരുടെ തലയിൽ വെള്ളം ഒഴിക്കേണ്ടതല്ലേ? എൻ്റെ തലയിൽ ഒഴിച്ചത് എന്നൊക്കെ വീണ്ടും കൺഫ്യൂസ്. എന്നാലും അവർ പാരമ്പര്യം തന്നെ നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കളഞ്ഞല്ലോ, പിന്നെ എന്താ അവരുടെ ചോദിക്കാൻ? പിന്നീട് കേട്ടാൽ ഇവിടെ ഒരു സ്നാനമാണ് ഉള്ളത് എന്നൊക്കെ. അതെ, യേശു എടുത്തതും കൊടുത്തതും ഒരു സ്നാനം തന്നെ, അല്ലേ? മറ്റത് പലതും കാണും, ഡ്യൂപ്ലിക്കേറ്റ്സ് പലതും കാണും. ഓക്കെ, അവർ മാറ്റുന്നില്ല. പിന്നീട് കുറച്ച് ഷാർട്ടായിട്ട് പറയാം. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് അപ്പോൾ എങ്ങനെ ഇവിടെയാണ് സ്നാനം കൊടുക്കും എന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ പെന്തക്കോസ്തേ സഭ എന്നുള്ളവരാണ് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് സ്നാനം കൊടുക്കുവാൻ കഴിയില്ല, അത് തെറ്റാണ്, പാടില്ല, ഇങ്ങനെയാണ് ശിഷ്യന്മാരാക്കി ഇങ്ങനെയാണ് സ്നാനപ്പെടുത്തേണ്ടത് എന്നുള്ളത് ഞാൻ മനസ്സിലായി. പക്ഷെ അവിടെ എനിക്കൊരു വേറൊരു പ്രശ്നം വന്നു. ഞാൻ നേരായിട്ട് പറയാം, ഇവിടെ പല ചർച്ചകൾ, അവിടെ 1-2 ചർച്ചകളുണ്ട്, അവിടെ ചെല്ലുന്നവരുണ്ട്. ഒരു ചർച്ചിൽ ചെല്ലുന്നവർ ഇന്നൊരു ചർച്ചിൽ ചെല്ലുന്നവരുടെ മുഖത്തെ നോക്കി വിളിച്ച് പ്രൈസിലായിട്ട് പറയുന്നില്ല, അല്ലേ? ഈ സഭക്കാരെ വഞ്ചനാത്മാവോ, അത് നിങ്ങളുടെ അടുത്തുള്ള വഞ്ചനാത്മാവെന്ന് പറയും, അവരിവിടെ വഞ്ചനാത്മാവെന്ന് പറയും, വഞ്ചിക്കര ആത്മാവെന്ന് പറയും, ഇങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് വീണ്ടും കൺഫ്യൂഷനായി, എന്താ ഇത്? ശിഷ്യത്വത്തിൻ്റെ 1-ാമത്തെ കാര്യം, നിങ്ങൾ ഓരോരുവർ സ്നേഹമുള്ളവരെങ്കിൽ എന്നോട് ശിഷ്യന്മാരിൽ നിന്ന് എല്ലാവരും അറിയും. സ്നേഹമല്ലേ ശിഷ്യത്വത്തിൻ്റെ 1-ാമത്തെ പടി. കൂടുതൽ കുറവുകൾ കാണാം, നമുക്കറിയാമല്ലോ. എന്തായാലും ഇത്ര ദൂരം
അത് മാത്രമല്ല ഒരേ ആത്മാവാണ്, ഒരേ സഭയാണ്, ഒരേ ക്രിസ്തുവാണ്, ഒരേ ദൈവമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഒരേ ആത്മാവ് എന്ന് വെച്ചാൽ ഇവർ എന്തിനാ ഇവിടെ അവരെ വഞ്ചനയാവിയെന്ന് ഇവർ വിളിക്കുന്നതും ഇവിടെ ഏതോ കൺഫ്യൂഷൻ. വീണ്ടും എനിക്ക് കുറച്ച് പേടിയായി. അല്ലേ ഇവിടെ പോയി കുടുങ്ങിയാൽ അല്ലേ അവിടെ നിന്ന് കയറിയതാ വീണ്ടും ഇവിടെ പോയി കുടുങ്ങുമ്പോൾ ദൈവമേ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തിരിഞ്ഞു. അങ്ങനെ ആയിരിക്കുമ്പോൾ മാർത്താണ്ഡത്തിൻ്റെ അടുത്ത് കാഞ്ചിരോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കൃപാസന ക്രിസ്ത്യൻ സഭ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ പെന്തക്കോസ്തേ സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ നിർമ്മാതാവ് കാഞ്ചിരക്കോട്ട് സാദ് എന്ന് പറയും, സാദ് എസ് ദാസൻ എന്ന് പറയുന്ന വളരെ ശക്തമായ ഒരു പ്രവാചകൻ അന്നായിരുന്നു. സന്യാസിയാണ്. അന്ന് ആ മനുഷ്യൻ കാശിനെ കയ്യിലെടുക്കില്ല. മനസ്സിലാക്കുന്നില്ലോ? കാശ്, പണം ഇതിനെ കയ്യിലെടുക്കില്ല. അങ്ങനെ പോവും, എന്തെങ്കിലും കൊടുത്താൽ കഴിക്കുക, അങ്ങനെ പോവും. പിന്നീട് സഭ പണിയുമ്പോഴും ആരെങ്കിലും കൂടെ ചെല്ലുന്നവരാണ് ഈ കാശ് കാണിക്കാൻ വായിക്കുന്നത്, ഇവർ വായിക്കുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോൾ അവിടെ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ യാചിക്കുകയാണല്ലേ, എന്താണ് കിട്ടും എന്ന് യാചിക്കുമ്പോൾ വെള്ളിയും പൊന്നും എന്നിടത്തിൽ ഇല്ല എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ വെള്ളിയും പൊന്നും അപ്പോസ്തലന്മാരുടെ അന്ന് ഇല്ല, വെറും പോക്കറ്റായിട്ട് അങ്ങനെ ചെന്നതാണ്. അതുപോലെ ഒരു മനുഷ്യനെ പോലെയാണ് ഈ മനുഷ്യനെ ഞാൻ കണ്ടത്. അല്ലേ, കാശ് കയ്യിൽ തൊടുന്നില്ല എങ്കിൽ അങ്ങനെയല്ലേ. അപ്പോൾ എങ്ങനെയെങ്കിലും ആ മനുഷ്യനെ ചെന്ന് നോക്കണം എന്ന് അവിടെ ചെന്നു തിരക്കിപ്പോയി കണ്ടു. അവരുടെ ആലോചന പ്രകാരം കൃപാസന ക്രിസ്ത്യൻ സഭയിൽ യേശുവിൻ്റെ മാതൃകാ പ്രകാരം എനിക്ക് സ്നാനം തന്നു. അല്ലല്ലേ. പിന്നീട് എനിക്ക് വിവാഹം കഴിഞ്ഞു. എനിക്ക് 12 വയസ്സിൽ മകൻ ഉണ്ടായിരിക്കുന്നു, ഒരു മകളാണ്. ആ വിവാഹം കഴിഞ്ഞ ആ വർഷം തന്നെ വിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് കിട്ടി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. പിന്നീട് വീണ്ടും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ, കാരണം ആ സന്യാസി അത്ര എളുപ്പത്തിൽ കണ്ടുമുട്ടുവാൻ കഴിയുന്നില്ല, അവർ ചുറ്റിക്കൊണ്ടേതിരിക്കും അല്ലല്ലേ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ അവരെ കണ്ടുമുട്ടുവാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടെ ദൂരെ ഇരുന്ന് കൂവി പറഞ്ഞതാണ്, എടോ നീ ഒരു ദൈവ സുവിശേഷകനല്ലേ, നീ ചെന്നുകൊണ്ടേ ഇരിക്കുക, ദൈവം നിനക്ക് കൽപ്പിച്ചതും കൽപ്പിക്കുന്നതും ഒക്കെ ഏതിടത്തിലും സംസാരിക്കുക, ദൈവം നിനക്ക് അവസരം ഒരുക്കി തരും. അങ്ങനെയൊക്കെ ചില കാര്യമൊക്കെ പറഞ്ഞ് എൻ്റെ ദൈവവിളി, ശുശ്രൂഷൻ്റെ വിളിയെക്കുറിച്ച് ദൈവ മനുഷ്യൻ മുഖാന്തരമായിട്ട് ദൈവം സംസാരിച്ചതാണ്. അതുപോലെയാണ് ഞാൻ ചെന്നുകൊണ്ടേയിരിക്കും. എവിടെ ചെല്ലുന്നു എന്നൊക്കെ അറിയില്ല. ഇവിടെ വന്നപ്പോഴും ഞാൻ അവിടെ ഒരു മനുഷ്യൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ പെന്തക്കോസ്തേ സഭ ഏതാണുള്ളത് എന്ന് ചോദിച്ചു. അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ബ്രദർ അവിടെ വന്നത്. ഉടനെ വന്നു. ആ മനുഷ്യൻ വിളിച്ചു, നിങ്ങളുടെ ബ്രദർ, നിങ്ങളുടെ ചർച്ചിൽ ഈ മനുഷ്യൻ വരുന്നു എന്ന് വിളിച്ച് പറഞ്ഞു. അവരാണ് ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത്. ഇവിടെ വന്ന ശേഷമാണ് ഇവിടെയുള്ള സ്ഥിതി ഞാൻ മനസ്സിലാക്കിയത്. പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പാസ്റ്റർമാർ പറയും, പാസ്റ്ററേ എനിക്കിന്ന് വയ്യാതായി, ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ആരെങ്കിലും ദൈവദാസന്മാരെ കൊണ്ടുവന്നാൽ എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്, ദൈവം നിങ്ങളെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, ഇന്ന് അങ്ങനെ ആയി. ഓക്കെ, ഞാൻ തമിഴ്നാട്ടിലും ഇന്നലെ രാത്രി വരെ അവിടെ തന്നെ മധുരയിലായിരുന്നു. ഓക്കെ, പലപ്പോഴും ഇരിക്കുന്നിടത്ത് പോകും, കൺവെൻഷൻ സംസാരിക്കും, സ്ട്രീറ്റ് പ്രീച്ചിങ് ശുശ്രൂഷകന്മാരുടെ അടുക്കൽ സംസാരിക്കും. എൻ്റെ ഫുൾ നെയിം സെൽവിൻ നെഹേമിയ എന്നാണ്. അവിടെ യൂട്യൂബ് യൂസ് ചെയ്യുന്നവർ അവിടെ ചെന്നാൽ ഒരു 660 മെസ്സേജസ് അവിടെ കാണും. അധികം തമിഴാണ്, മലയാളത്തിലും ചിലതുണ്ട്. ഈ മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്നു, ഞാൻ ഇന്ന് വൈകുന്നേരം അത് അപ്ലോഡ് ചെയ്യും നെറ്റിൽ. അല്ലല്ലേ, അവിടെ ചെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ എല്ലാം സംസാരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ മുമ്പ് ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ ഏതിടത്തിലും സംസാരിക്കും, ദൈവ അനുവാദം എനിക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരാകുക എന്നുള്ള കാര്യമാണ് ഉറപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഇതൊക്കെ മാഞ്ഞില്ലാതെ പോകുന്നു. ആരാധിക്കുക, പാടി ആരാധിക്കുക, ആടി ആരാധിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ. ആരാധന നല്ലതിനല്ലെന്ന് പറയുന്നില്ല, എന്നാലും യേശു പറയുന്നത് അനുസരിക്കേണ്ടത് ആവശ്യമല്ലേ, അവൻ്റെ ജീവിത ശൈലി പ്രകാരം ജീവിക്കേണ്ടത് ആവശ്യമല്ലേ. ഓക്കെ, അപ്പോൾ യേശുവിൻ്റെ മാതൃക. പിന്നീട് മത്തായി 28:2 വായിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ പുറപ്പെട്ട് ചെല്ലുക, ഞാൻ നിങ്ങൾക്ക് കൽപ്പിച്ചതൊക്കെ ഉപദേശിക്കുവാൻ. അല്ലേ, ഞാൻ നിങ്ങൾക്ക് കൽപ്പിച്ചതൊക്കെ മാത്രം ഉപദേശിക്കുവാൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഉൽപ്പത്തി മുതൽ തിരുവെളിപ്പാട് വരെ കാണുന്നതൊക്കെ ദൈവവചനം അല്ലേ, യേശു പറഞ്ഞത് മാത്രമാണോ എന്നൊരു ചോദ്യം
ഓക്കെ, എബ്രായ ലേഖനം ഒന്ന് വായിക്കുമ്പോൾ പണ്ട് തമിഴങ്ങനെ പൂർവ്വകാലം പണ്ട് പ്രവാചകൻ മുഖാന്തരമായിട്ട് നമ്മുടെ ആൻസസ്റ്റേഴ്സ് പിതാക്കന്മാർക്ക്, തമിഴിലെ പിതാക്കന്മാർക്ക് ദൈവം പ്രവാചകൻ മുഖാന്തരമായിട്ട് സംസാരിച്ചു, മോശ മുഖാന്തരം സംസാരിച്ചു. പക്ഷേ ഈ അന്തിമകാലത്ത് അതായത് അവസാന കാലത്ത് പുത്രൻ അല്ലേ യേശു മുഖാന്തരമായി നമുക്ക് പുത്രൻ മുഖാന്തരമായിട്ട് അവർക്ക് പ്രവാചകൻ മുഖാന്തരം. വ്യത്യാസം മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക്? അപ്പോൾ യേശു മുഖാന്തരം സംസാരിച്ചതാണ്. അതാണ് യോഹന്നാൻ 8:31-2 വായിക്കുമ്പോൾ 32 വായിക്കുമ്പോൾ യേശു തന്നെ വിശ്വസിച്ച യഹൂദന്മാരോട് ഇങ്ങനെ പറയാണ്, നിങ്ങൾ എൻ്റെ ഉപദേശപ്രകാരം, മോശേൻ്റെ ഉപദേശപ്രകാരമല്ല, എൻ്റെ ഉപദേശപ്രകാരം ജീവിച്ചാലേ എൻ്റെ ശിഷ്യന്മാരാകും. ഇതാണ് സത്യം. ഈ സത്യമാണ് നിങ്ങൾക്ക് വിടുതൽ നൽകും അല്ലേ. അപ്പോൾ യേശുവിൻ്റെ വചനമാണ് നമ്മുടെ അടിസ്ഥാനം എന്നുള്ളത് മനസ്സിലാക്കുക. എൻ്റെ വചനപ്രകാരം ജീവിക്കുന്നതാണ് പാറമേൽ വീട് പണിഞ്ഞ ബുദ്ധിയുള്ള മനുഷ്യനോ. ഓക്കെ, അറിയാം. എൻ്റെ വചനം ഞാൻ നിങ്ങൾക്ക് കൽപ്പിച്ചതും ഒക്കെ ഉപദേശിക്കുവേൻ. ആദ്യം മനസ്സിലാക്കുക. വീണ്ടും അടുത്ത കൺഫ്യൂഷൻ ഇങ്ങനെയാണ് ചർച്ചിൽ വരുന്നത്. ആദ്യമാണ് യേശുവിൻ്റെ ശിഷ്യത്വമാണ്, രണ്ടാമത് യേശുവിൻ്റെ വചനമാണ് നമുക്ക് അടിസ്ഥാനം. പിന്നീട് അപ്പോസ്തലർ മുഖാന്തരമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ കാര്യങ്ങൾ, പൗലോസ് പത്രോസൊക്കെ ഇവിടെ പറഞ്ഞിട്ട് യോഹന്നാൻ, അതാണ് അടുത്ത അടിസ്ഥാനം. അതായത് എബേസ്യ 2:20 അപ്പോസ്തലർ പ്രവാചകന്മാരുടെ അടിസ്ഥാനം ക്രിസ്തു മൂലക്കല്ലത്രേ അല്ലേ, മനസ്സിലാകുന്നല്ലോ. തമിഴ് അസ്ഥിഭാരം ക്രിസ്തു മൂലം. തമിഴിലാണ് എനിക്ക് വചനമൊക്കെ കാണാപ്പാടമായത്, മലയാളത്തിൽ അത്ര ദൂരം ആയില്ല, അതാണ് അങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ യേശു പറഞ്ഞ ഒരു വീട് പണിയുമ്പോൾ നമ്മൾ 2 മൂലക്കൽ വയ്ക്കും അല്ലേ, ആദ്യം മൂലക്കല്ലിൽ ആദ്യം വയ്ക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഉപദേശവും മാതൃകയാണ് മൂലക്കല്ലെന്ന് പറയുന്നത്. രണ്ടാമത് ആ മൂലക്കല്ലനുസരിച്ച് ഒരു നൂല് കെട്ടും അല്ലേ, അതിൻ്റെ അകത്താണ് മറ്റേ കല്ല് വയ്ക്കുന്നത്. ഇതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ യേശുവും അപ്പോസ്തലന്മാരും പറഞ്ഞിരിക്കുന്ന ഉപദേശം മാതൃകയാണ്. അതിന് അകത്താണ് നമ്മുടെ ആത്മീക ജീവിതം നിൽക്കേണ്ടത് അല്ലേ. അതിന് പുറത്ത് ചെല്ലാൻ പാടില്ല. എങ്കിൽ ബൈബിൾ കോളേജിൽ അങ്ങനെ പഠിച്ചു ഇങ്ങനെയാണ്, അതൊക്കെ വേണ്ട, അതൊക്കെ അവിടെ ആയിട്ട് അല്ലല്ലോ. ഇങ്ങനെ കൃത്യമായി ശുശ്രൂഷകന്മാരുടെ അടുക്കൽ ഞാൻ സംസാരിക്കും. പലപ്പോഴും പലരും ദൈവം എനിക്ക് ഇങ്ങനെ ഒരു ദർശനം തന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും, നിങ്ങൾ യേശുവിനും അപ്പോസ്തലന്മാരും ഇല്ലാത്ത ദർശനം ഒന്നും നിങ്ങൾക്ക് വേണ്ട അല്ലേ, അതിനകത്ത് നിന്നാൽ മതിയല്ലേ. അവിടെ പുറത്ത് ചെല്ലുന്നത് പെന്തക്കോസ്തേ മേഖലയിൽ അങ്ങനെയാണ് കാണുന്നത് ഞാൻ അല്ലല്ലയോ. അത് പെന്തക്കോസ്തേ CSO കാത്തലിക്കോ എനിക്കറിയില്ല. യേശു അപ്പോസ്തലൻ പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുവാൻ ദൈവം എനിക്ക് അനുഭവം തന്നിട്ടുണ്ട് അല്ലല്ലയോ. സോ ഈ അടിസ്ഥാനത്തിൽ നിൽക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ യേശുവിൻ്റെ ശിഷ്യത്വത്തിൽ വരുമ്പോൾ മാത്രമാണ് യോഹന്നാൻ 14:15 ആർക്കെങ്കിലും എന്നിൽ സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ വചനം പ്രമാണിക്കുവാൻ, അല്ലെങ്കിൽ എന്നെ വചനം അനുസരിക്കുവാൻ അല്ലേ. അപ്പോൾ യേശുവിന്മേൽ സ്നേഹമുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കും, പലപ്പോഴും യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു, മാനിക്കുന്നു, അതുകൊണ്ടാണ് യേശുവിനെ അങ്ങനെ ആരാധിക്കുന്നു, അച്ഛ അമ്മ അങ്ങനെയൊക്കെ ആരാധിക്കുന്നു, തമിഴ്നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയും. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, ഞാൻ ചോദിക്കട്ടെ, ഞാനും ഒരു മുത്തച്ഛനാണ്. നമ്മളൊക്കെ നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നത് അനുസരിക്കണം എന്നാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ലേ. നമ്മൾ പറയുന്നത് ഒന്നും അനുസരിക്കാതെ പൊന്നപ്പ തങ്കപ്പ ചെല്ലപ്പ അവിടെ ഒരു മാലയിട്ട് നമ്മളെ നിർത്തിയിട്ട് ഒരു മാലയിട്ട് ചാമ്പ്രാണി പോച്ച് മെഴുക് കത്തിച്ച് വെച്ച് അങ്ങനെ പൊന്നപ്പ ചെല്ലപ്പ എന്ന് പാടിയാൽ നിങ്ങൾക്ക് സന്തോഷം വരുമോ? എനിക്ക് വരുന്നില്ല. ഞാൻ മുത്തച്ഛനല്ലേ അല്ലല്ലയോ, താത്ത തമിഴിൽ. ഓക്കെ, എനിക്ക് വരില്ല. അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മക്കളൊക്കെ നമ്മൾ പറയുന്നത് അനുസരിക്കണം എന്നുള്ളതാണ് അല്ലേ. യേശു അങ്ങനെയല്ലേ, ആ സായയിൽ സ്വരൂപത്തിൽ, ആ സായയിൽ ലൈക്ക് ഇമേജ് ആൻഡ് ലൈക്ക്നെസ് അല്ലേ നമ്മൾ സൃഷ്ടിച്ചത്. അങ്ങനെയെങ്കിൽ യേശുവും ഞാൻ പറയുന്നത് അനുസരിക്കുമെന്ന് എന്നാണ്. ഇപ്പം മനസ്സിലായോ? യേശു പറഞ്ഞത് അനുസരിക്കാതെ മാതൃക പ്രകാരം ജീവിക്കാതെ ഇങ്ങനെ ആരാധിക്കുന്നത് വളരെ തെറ്റാണ്. അത് ബിംബാരാധന എന്നുള്ള രീതിയിൽ ചെല്ലും. അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല, സമയമില്ല. ഓക്കെ, ഞാൻ ബൈബിൾ സ്റ്റഡിയൊക്കെ സംസാരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ യേശുവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നതും ജീവിക്കാൻ അർപ്പിക്കുന്നവർക്ക് എന്താണ് യേശു ചെയ്യും എന്ന് വച്ചാൽ, അത് യോഹന്നാൻ 14:15 ഞാൻ അവർക്കായിട്ട് സ്വർഗസ്ഥനായ പിതാവിനിടത്തിൽ അപേക്ഷിക്കും, പ്രാർത്ഥിക്കും. എന്തിനാ പ്രാർത്ഥിക്കും? സത്യാത്മാവ്, വിശുദ്ധ ആത്മാവിനെ അയക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ടത്? ആകെ നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരായി അർപ്പിക്കുമ്പോൾ, മാറുമ്പോൾ, അങ്ങനെ വരുമ്പോൾ മാത്രം തന്നെ
ദൈവാത്മാവിനെ യേശു നമുക്ക് അയക്കും, അല്ലേ? യോഹന്നാൻ 4:24 ദൈവം ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നു, വിശുദ്ധാത്മാവാകുന്നു. അപ്പോൾ യേശുവാണ് ഈ വിശുദ്ധ ആത്മാവ് നമുക്ക് അയക്കുന്നത്. ഓക്കെ, യേശുവാണ് അയക്കുന്നത്. പല വചനങ്ങൾ എനിക്ക് തരാൻ കഴിയും. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യത്വം, അതായത് നിങ്ങൾ അവിടെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ശിഷ്യന്മാർ ലൂക്കോസ് 24:49 നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് വരുന്ന ആത്മാവിനായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. യെരുശലേമിലിരുന്ന്, അല്ലേ? ശിഷ്യന്മാരോടായിട്ടാണ് അത് പറഞ്ഞത്. അവിടെ പലരും പല രീതിയിൽ യേശുവട്ടത്തിൽ വന്നുപോയി എന്നുള്ളത് നമുക്കറിയാം. ഇത് ശിഷ്യന്മാരോട് മാത്രം പറഞ്ഞല്ലേ പ്രത്യേകമായിട്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ 1-ാം അധ്യായം 5 വരുമ്പോൾ ഈ യെരുശലേം വിട്ട് നിങ്ങൾ പോകാതെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവേൻ. 8-ാം വചനത്തിൽ പരിശുദ്ധാത്മാവ് വരും, യെരുശലേമിൽ സാക്ഷ്യമായിരിക്കുവേൻ. 14-ാം വചനത്തിൽ യേശുവിൻ്റെ അമ്മ മറിയ അവിടെ പരിശുദ്ധാത്മാവിനായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതെന്ന് നമുക്കറിയാം. റോമാപുരിയിലല്ല, തായ് സഭ, അമ്മ സഭയോ തായ് സഭയോ തമിഴിൽ പറയും. അപ്പോൾ കത്തോലിക്കർ അങ്ങനെ പറയും, നിങ്ങളൊക്കെ തായ് സഭയാണ്, അല്ലേ? അമ്മ സഭ എന്ന് പറയും. അമ്മ സഭ എവിടെ ഉണ്ടായി? യെരുശലേമിലല്ലേ, റോമാപുരിയിലല്ലല്ലോ. അവിടെ അന്ന് മരിയാവ് അവിടെ പ്രാർത്ഥിച്ച് വിശുദ്ധാത്മാവിനായിട്ട് പ്രാർത്ഥിച്ചല്ലോ. അപ്പോൾ അവർക്ക് വിശുദ്ധാത്മാവ് വേണം, നിങ്ങൾക്ക് വേണ്ടേ എന്നൊക്കെ പല രീതിയിൽ ഞാൻ സംസാരിക്കും. ഓക്കെ, മതി. അപ്പോൾ ശിഷ്യന്മാർക്ക് മാത്രം വിശുദ്ധാത്മാവ് കിട്ടും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പറയുന്നത്, ഞാൻ യേശു വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു, യേശു ദൈവപുത്ര എന്ന് വിശ്വസിക്കുന്നു, അങ്ങനെയും കൂടെ പറയാം. വചനം ഉണ്ടല്ലോ, യേശുവെ ദൈവപുത്ര എന്ന് വിശ്വസിക്കുന്നത് നിങ്ങൾ മാത്രമല്ലല്ലോ, പൈശാചികൾ അങ്ങനെ വിശ്വസിക്കുന്നല്ലോ. അങ്ങനെ വചനം ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം. പൈശാചികൾ വിശ്വസിച്ച അവിടെ ലെഗ്യോൻ പിശാച് പിടിച്ച മനുഷ്യൻ അങ്ങനെ പറയാണ്, ഞാൻ ആരെന്ന് പറഞ്ഞല്ലെങ്കിൽ ലെഗ്യോൻ. പിശാചികൾ യേശുവെ ദൈവപുത്ര എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് യേശുവെ ദൈവപുത്ര എന്ന് വിളിക്കുന്നത് കൊണ്ട് മാത്രം ആരും ദൈവമക്കളായിട്ട് മാറുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക, അല്ലേ? വരാം, നമുക്ക് വചനത്തിലൂടെ വരാം, വചനം തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയെങ്കിൽ ദൈവമേ ഇത് എങ്ങനെ? അതായത് നമ്മൾ ഞാൻ മക്കളാണ് എന്ന് പറയുന്നതല്ല, ദൈവം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടത് ആവശ്യമല്ലേ? എൻ്റെ മക്കളെന്ന് പറയേണ്ടത് ആവശ്യമല്ലേ? അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 32-ാം വചനത്തിൽ ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് അല്ലെങ്കിൽ കീഴടങ്ങുന്നവർക്ക് നൽകുന്ന വിശുദ്ധാത്മാവ് സാക്ഷിയാകുന്നതെന്ന് അവിടെ വാക്ക് കാണാം, അല്ലേ? ദൈവം സാക്ഷി. ആരൊക്കെ യേശുവിൻ്റെ ശിഷ്യത്വത്തെ പ്രകാരം ജീവിപ്പാൻ അർപ്പിക്കുന്നോ അവരെക്കുറിച്ച് ദൈവം സാക്ഷ്യം ചെയ്യുന്നു. കാരണം യേശു സ്നാനപ്പെട്ട് കയറിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് വിശുദ്ധാത്മാവെന്ന് ഇവരുടെ പ്രിയപുത്രൻ സാക്ഷ്യം പറഞ്ഞല്ലോ. അതേ രീതിയിൽ സ്വർഗസ്നായ ദൈവം സാക്ഷ്യം പറയേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 15:8-9 ഹൃദയങ്ങളെ നോക്കുന്ന ദൈവം നമുക്ക് പരിശുദ്ധാത്മാവ് തന്നതുപോലെ അവരുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിച്ച് അവർക്കും വിശുദ്ധാത്മാവ് കൊടുത്ത് അവരെക്കുറിച്ച് സാക്ഷ്യം ചെയ്തു, അല്ലല്ലയോ? മനസ്സിലായോ? ദൈവം ആത്മാവായിട്ട് നിങ്ങളിൽ വന്ന് വസിച്ച് നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? ചോദ്യം മനസ്സിലായോ? ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവമക്കളല്ല, അല്ലല്ലയോ? വളരെ ഡെപ്താണ്. യേശുവിന് കൊടുത്ത അതേ പിന്നീട് വരാം. ഓക്കെ. ഈ ആത്മാ വരുമ്പോഴാണ് 1 കൊരിന്ത്യർ 3:16 വായിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയം, അല്ലേ, ആകുന്നു, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയം, ദൈവം ആത്മാവായിട്ട് വസിക്കുന്ന ആലയമായി മാറണം എന്നുള്ളതാണ്. എബേസ്യ 1:13 വിശ്വാസികളായപ്പോൾ വിശുദ്ധാത്മാവ് കൊണ്ട് മുദ്ര ഇട്ടു, അല്ലേ? ID. ഇപ്പം മനസ്സിലായോ? സാക്ഷ്യം, മുദ്ര. എബേസ്യ 4:30 വീണ്ടെടുപ്പിൻ്റെ ദിവസത്തിനായുള്ള വിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അല്ലല്ലയോ? മനസ്സിലാകുന്നല്ലോ? മുദ്ര. അപ്പോൾ ദൈവം തൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങൾക്ക് മുദ്ര തന്നിട്ടുണ്ടോ? നിങ്ങൾ മുദ്ര ധരിച്ചിട്ടുണ്ടോ? വിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നോ എന്നുള്ളതാണ്. പിന്നീട് അത് റോമ 8:14 ആരൊക്കെ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നോ അവർ മാത്രമാണ് ദൈവമക്കൾ എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലാകുന്നോ? ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരല്ല, സ്വർഗത്തിൽ വന്ന സ്വർഗസ്ഥനായ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവരാണ് ദൈവമക്കൾ എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? വചനങ്ങൾ മാത്രമേ ഞാൻ സംസാരിച്ചാൽ മതി. ഈ ആത്മാവ് വരുമ്പോൾ ഈ ആത്മാവിനെ കുറിച്ച് ഇന്നൊരു വാക്ക് ഇങ്ങനെയാണ്, റോമ 8:9 ക്രിസ്തുവിൻ്റെ ആത്മാവല്ലാത്തവർ അവരുടേവർ അല്ല. ഇവിടെ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗലാത്യ
9 വായിക്കുമ്പോൾ ദൈവം തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ അപ്പ പിതാവെ അപ്പ അച്ഛ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവിനെ അയച്ചു. ഇവിടെ മനസ്സിലാക്കുന്നത് ഈ ആത്മാവ് ആദ്യം യേശുവിന് ദൈവം നൽകിയിരുന്നതാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 10:38 ദൈവം അവനെ വിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ പൈശാചിന്റെ പീഡനത്തിലാകപ്പെട്ടവരെ വിടുതൽ കൊടുത്തു എന്നുള്ളതാണ് അപ്പോസ്തലർ 10:38. അതേ ആത്മാവാണ് നമുക്ക് തരുന്നു എന്നുള്ളതാണ്. അതാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ്, പുത്രൻ്റെ ആത്മാവിൽ നിന്ന് അവിടെ ഇട്ടിരിക്കുന്നത്. ആ ആത്മാവ് വരുമ്പോൾ ഇവിടെ നോക്ക്, ക്രിസ്തുവിൻ്റെ ആത്മാവ് വന്നാലേ എന്താ സംഭവിക്കും? ഫിലിപ്പിയ 2:5 വായിക്കുമ്പോൾ ക്രിസ്തു യേശുവിലായിരുന്ന ഭാവം നിങ്ങളിൽ അല്ലേ, ക്രിസ്തു യേശുവിലായിരുന്ന ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ആ ഭാവം എങ്ങനെ വരും? ആ ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ജീവിക്കുമ്പോഴാണ് ആ ഭാവം വരുന്നത്. ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മൾ നമ്മളെ നിയന്ത്രിച്ച് നടത്തുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ഭാവം വരുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവം വരേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ഇവിടെ യേശുവെ ദൈവം എന്ന് ഇവർ ആരാധിക്കുമ്പോൾ അവിടെയുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മൾ വചനം തരാമല്ലോ 2 കൊരിന്ത്യർ 3:18 വായിക്കുമ്പോൾ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നവർ പോലെ പ്രതിബിംബിക്കുന്നവരായി ആത്മാവിൻ്റെ ദാനമായി ആ പ്രതിമയായി തേജസ്മേൽ തേജസ് പ്രാപിച്ച് തേജസ് രൂപാന്തരപ്പെടുന്നു. അല്ലേ? ഇപ്പം എന്താ മനസ്സിലായി? യേശുവിൻ്റെ ഛായ, അവിടെ കർത്താവ് എന്ന് പറഞ്ഞത് കുറിയാസാണ്, യേശുവിനെ കുറിച്ച വാക്കാണ്. യേശുവിൻ്റെ ഛായ അല്ലേ, യേശുവിൻ്റെ ഛായ നമ്മൾ വരുന്നു അല്ലേ? ഗലാത്യ അത് 4:19 ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുമളവും കർപ്പവേദനപ്പെടുകയും തമിഴില് ക്രിസ്തു നിങ്ങളിൽ ജനിക്കണം അല്ലേ? മനസ്സിലാകുന്നല്ലോ. ക്രിസ്തു നമ്മൾ വരയണം, ക്രിസ്തുവിൻ്റെ ഛായ നമ്മൾ വരയണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്രിസ്തുവെ പോലെ രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും യേശുവിനെ ആരാധിക്കുന്നു, ഓടിക്കളയുന്നു. ക്രിസ്തുവിൻ്റെ ഛായ വന്നില്ലല്ലോ, കാരണം വചനപ്രകാരം ജീവിക്കുന്നില്ല. ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കാത്തത് കൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ഛായ അവിടെ വരാത്തത്. അപ്പോൾ 2 കൊരിന്ത്യർ 4:16 അതുകൊണ്ട് നിങ്ങൾ അധൈര്യപ്പെടാതെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോകുന്നു, അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. അല്ലേ? ആത്മാവ് അല്ലെങ്കിൽ ദേഹം തേഹി അല്ലേ, തേഹി തേഹി ആത്മാവ് യേശുവിൻ്റെ ഛായയിൽ രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. മനസ്സിലായോ? കുറച്ച് ചെറുതായിട്ട് രൂപാന്തരപ്പെട്ട് പൂർണ്ണതയിലേക്ക്. എബേസ്യ 4:11 വായിക്കുമ്പോൾ ആ വചനം ഒന്ന് വായിക്കാമോ? വേഗത്തിൽ വായിക്കണം. 4:11 ചിലരെ അപ്പോസ്തലന്മാരായിട്ട്, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയന്മാരായി, ഉപദേശകന്മാരായി നിയമിച്ചിരിക്കുന്നു. നാം എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക, നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനായ യേശുവെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയിലും തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിൻ്റെ സമ്പൂർണത, പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായും ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമായിട്ട് ആകുന്നു. പിന്നീട് തുടർന്ന് വായിക്കാം. നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങി പോവാതെ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോരോ കാറ്റിനാലെ അലഞ്ഞൊഴിയുന്ന ശിശുക്കളായി ആയിരിക്കാതെ സത്യം സംസാരിച്ചു കൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിൽ വളരുത്താനിടയാകുന്നു. മതി. അപ്പൊ ക്രിസ്തുവിൻ്റെ ഛായ അല്ലേ? മനസ്സിലാകുന്നു? കുറച്ച് കഷ്ടം തന്നെ അല്ലേ? ആരാധിക്കുക അങ്ങനെ എപ്പോഴാണ് യേശു നിങ്ങൾ ജനിക്കുന്നത്? ആ ചിന്ത, ആ ഭാവം എപ്പോൾ വരും? ആ ഛായ എപ്പോൾ വരും? അല്ലേ? മനസ്സിലാകുന്നോ? ഇതാണ് അപ്പോസ്തല പ്രവാചകന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിപ്പോൾ തെറ്റിപ്പോയി, എല്ലായിടത്തിലും തെറ്റുന്നു. ഞാൻ വിശദമായിട്ട് സംസാരിക്കും. അപ്പോൾ സഭ എന്ന് പറയുന്നത് ഏതോ ഈ സഭയിൽ വന്നു, എനിക്ക് ജോലി കിട്ടി, വിവാഹം കഴിഞ്ഞു, ഭവനം പണിഞ്ഞു എന്നൊക്കെ പലതും പറയാം. ഇതെല്ലാം ദൈവം തരുന്നതാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇതിനായിട്ട് വേണ്ടി നമ്മുടെ ഇവിടെ വന്നതല്ല.
നിങ്ങൾക്ക് ഇവിടെ ഭവനം കിട്ടി, മറ്റവർക്ക് കിട്ടുന്നില്ലേ? മറ്റേ മതക്കാരൊക്കെ ഉണ്ടല്ലേ, അവർക്കും നമ്മവിടെ വലിയ ഭവനം അവർക്കുണ്ട്, കാറുണ്ട്, ജോലിയുണ്ട്. ലോകത്തിൽ അവരല്ലേ ഉയർച്ച സ്ഥാനത്തിൽ ഇരിക്കുന്നത്, അവർക്കും കിട്ടുന്നല്ലോ. സോ അതല്ല കാര്യം. യേശു ക്രിസ്തു നമ്മകത്ത് ജനിച്ചോ എന്നുള്ളത് അല്ലേ, ആ സായ സ്വരൂപം വന്നോ എന്നുള്ളതാണ്. അതെ, അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. ആത്മാവിൽ തേഹിയിൽ ഒരു പുതുക്കം യേശുവിൻ്റെ മാതൃകാപ്രകാരം അത് ഭാവത്തിൽ അല്ലേ, അങ്ങനെ ഒരു പുതുക്കം പ്രാപിക്കണം. അത് എത്ര ദൂരം പുതുക്കം പ്രാപിച്ച് അതിൻ്റെ ഡിഗ്രി എത്ര ദൂരം പൂർണ്ണതയിലേക്ക് ചെല്ലുന്നു എന്നുള്ളതാണ് കാര്യം. നിങ്ങൾ വീട് പണിഞ്ഞോ ഒക്കെ കാശുണ്ടാക്കിയോ റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിച്ചോ അതല്ല കാര്യം. അതൊക്കെ ഇട്ടിട്ട് പോകുന്നതല്ലേ. അകമേ ഉള്ളവനല്ലേ പോകുന്നത്, പുറത്ത് പോകുന്നത്. അകമേ ഉള്ളവൻ. അത് എബേസി 3:16 അവൻ്റെ ശക്തിയാൽ അകമേ ഉള്ളവൻ ശക്തമായിട്ട് ബലപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അവിടെ വചനം കാണും, 15-16 പിന്നെ കാണും, വചനം മാറും ചിലപ്പോൾ. അപ്പോൾ അകമേ ഉള്ളവനിൽ പുതുക്കം പ്രാപിക്കണം, ശക്തി പ്രാപിക്കണം എന്നുള്ളതാണ്. അതാണ് തേഹി എന്ന് പറയുന്നത്. ഈ തേഹിയാണ് ഈ ദേഹം വിട്ട് പുറത്ത് പോകുന്നതല്ലേ. അത് നിങ്ങൾ 2 കൊരിന്തി 5-ാം അധ്യായത്തിലെ 2 കൊരിന്തി ലേഖനത്തിൽ വരുമ്പോൾ 5:7 വായിക്കാമോ? 5:7 വായിക്കാമോ ലേഖം? ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെ വസിച്ചാലും വിട്ടാലും അവനെ ദൈവത്തിനെ യേശുവിനെ പ്രസാദിപ്പിക്കുന്നത് ആകുവാൻ വാഞ്ചിക്കുന്നു. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത നല്ലതായാലും തീയതായാലും തക്കവിധം പ്രാപിക്കേണ്ടതിന് ഓക്കെ മതി കണ്ടോ. തേഹി എന്ന് പറയുന്ന ഇവിടെ തമിഴ് ആത്മാവാണ്, ഇവിടെ ആത്മാവെന്ന് പറയും, ഇവിടെ തേഹി. ഈ തേഹി എന്ന് പറയുന്നത് പുറത്ത് പോകും എന്നുള്ളതാണ്. നാം റിയൽ അല്ലേ, ഈ ദേഹം മണ്ണിൽ ചെല്ലും. അപ്പോൾ അകമേ ഉള്ളവൻ പുതുക്കം പ്രാപിക്കാൻ ദൈവം ഇവിടെ വിളിച്ചുകൊണ്ട് വന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ ഛായയിൽ മാത്രമേ ആ പൂർണ്ണതയിലേക്ക് ചെല്ലുവാനാണ് ദൈവം വിളിച്ചതെന്നുള്ളത് മനസ്സിലാക്കുക, ഈ ലോകപ്രകാരമായിട്ടല്ല. അപ്പോൾ പലപ്പോഴും ഞാൻ ഇപ്പോഴുടെ ക്രിസ്തീയ ശുശ്രൂഷ മേഖലയെ നോക്കുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളെ കണ്ടാൽ യേശുവിൻ്റെ ശിഷ്യത്വത്തിൽ കാണുന്നില്ലല്ലോ. കച്ചവടക്കാരർ പോലെ, പലപ്പോഴും കച്ചവടക്കാരർ പോലെ, തമിഴിലെ തൊഴിലധിപരികൾ എന്ന് പറയും, തൊഴിലധിപതികൾ പോലല്ലേ കാണുന്നത്. അംബാനി അദാനി പോലെയാണ് നിങ്ങളെ നോക്കുമ്പോൾ. അംബാനിയുടെ ശിഷ്യന്മാരാണോ നിങ്ങൾ? യേശുവിൻ്റെ ശിഷ്യന്മാരല്ലേ? അങ്ങനെ പറയും അല്ലേ. യേശുവിൻ്റെ ശിഷ്യത്വത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ രൂപസായ ചിന്ത ഭാവമൊക്കെ ഒരു രീതിയിൽ ചെല്ലും. ലോകപ്രകാരം അതായത് 1 കൊരിന്ത്യർ 2:12 ഞങ്ങൾ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, സ്വർഗത്തിൽ നിന്ന് വന്ന ആത്മാവിനെ ഞങ്ങൾക്ക് കിട്ടിയത്, ലഭിച്ചത്, ദൈവം തന്നത്. അതായത് 2 ആത്മാവ് ഇവിടെ കാണുന്നു. വൺ ഈസ് ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്ന് വന്ന ആത്മാവ്. ആ സ്വർഗത്തിൽ നിന്ന് വരുന്ന ആത്മാവ് വന്നാലേ സ്വർഗീയ രീതിയിലുള്ള വെളിപ്പാടുകൾ നമുക്ക് കിട്ടും അല്ലേ. ആ ഭാവം, ആ ചിന്താഗതിയൊക്കെ നമുക്ക് ഉണ്ടാകും. മറിച്ച് ലോകത്തിൻ്റെ ആത്മാവ് വന്നാലോ ലോകപ്രകാരമായ ചിന്തകൾ വരും. അതാണ്. അപ്പോൾ അവർ സംസാരിക്കുന്ന രീതി കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇവർ പ്രവർത്തിക്കുന്നത് ഏത് ആത്മാവാണ്, സ്വർഗത്തിൽ നിന്ന് വന്നതാണോ ലോകത്തിൻ്റെ ആത്മാവാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. യേശു അങ്ങനെയല്ലേ പറഞ്ഞത്, ആ മരത്തിൻ്റെ ബലങ്ങൾ കൊണ്ട് ഏത് മരം എന്ന് കൺഫേം ചെയ്യുവാന്ന് പറഞ്ഞതല്ലേ. സോ ഇപ്പോഴത്തെ കാര്യം എങ്ങനെ ചെല്ലുന്നു എന്നുള്ളത് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, അതിൽ ചെന്ന് നിങ്ങൾ കൊടുങ്ങരുത് അല്ലല്ലോ. അതായത് 1 യോഹന്നാൻ 1:3 തമിഴിൽ ഇങ്ങനെയാണ്, ഞങ്ങളുടെ ഐക്യത ദൈവത്തോടും പുത്രനായ യേശുവോടും മാത്രം ആയിരിക്കുന്നു. എങ്ങളുടെ ഐക്യം പിതാവോടും കുമാരനായ യേശുവോടും അല്ലേ. ഞങ്ങളുടെ ഐക്യത യേശുവോടായിരിക്കണം, ശിഷ്യത്വത്തിലായിരിക്കണം. കാരണം അവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യേശു ഇരിക്കുന്ന ഇടത്തല്ലേ നമ്മൾ ചെല്ലേണ്ടത്. യോഹന്നാൻ 14:2-3 ഞാൻ ഇരിക്കുന്ന ഇടത്തിൽ നിങ്ങളും ഇരിപ്പാൻ വേണ്ടി ഞാൻ വീണ്ടും വന്ന് വിളിച്ചോണ്ട് പോകും അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞു. അപ്പോൾ യേശു ഇരിക്കുന്ന ഇടത്തിൽ ചെല്ലണമെങ്കിലേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശുവോട് ഒരു ഐക്യത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമല്ലേ. എന്താ പറയുന്നു? അത് ഞാൻ ആ ചർച്ചാണ്, ഈ ചർച്ചാണ്, ഏത് ചർച്ചും ആകാം,
നിങ്ങൾ യേശുവോട് സഞ്ചരിക്കുന്നോ, അല്ലേ? ഐക്യതയിൽ ഉണ്ടോ എന്നുള്ളതല്ല കാര്യം. ഏത് ചർച്ചിലായാലും യേശുവോട് സഞ്ചരിച്ചില്ല, യേശുവോട് ഐക്യതയിലില്ലെങ്കിൽ എങ്ങനെ അവിടെ പോകാൻ കഴിയില്ലല്ലോ. ഇതെനിക്ക് ഉറപ്പായിട്ട് പറയുവാൻ എനിക്ക് ദൈവം അനുവാദം തന്നിട്ടുണ്ട്, അല്ലല്ലയോ? ഏത് സഭയായാലും ഈ സ്വർഗസ്നായ ദൈവത്തിൻ്റെ ആത്മാവോടും പുത്രനായ യേശുവോടും ഐക്യതയിൽ ജീവിക്കുക, യേശുവിൻ്റെ വചനപ്രകാരം അപ്പോസ്തലരുടെ ഉപദേശപ്രകാരം ജീവിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയുവാൻ കഴിയും, അല്ലല്ലയോ? അങ്ങനെ ചെല്ലുമ്പോഴാണ് 1 യോഹന്നാൻ 3:2 3:2 അത് എന്താ വായിക്കുന്നത്? അവൻ ഇരിക്കുന്നത് പോലെ ഞാൻ അവരെ ദർശിക്കുന്നത് കൊണ്ട് അവനെ പോലായിരിക്കും, അല്ലേ? വചനം അങ്ങനെ തന്നെയല്ലോ വായിക്കാമോ? ആയിരുന്നു ആയിട്ടില്ല, എന്നാലും താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നത് കൊണ്ട് സദൃശ്യനായിരിക്കും, അവനെ പോലെ, അല്ലേ? അപ്പൊ യേശുവെ പോലെയല്ലേ മാറേണ്ടത്, അല്ലേ? എന്താ പാസ്റ്റർ, യേശു ദൈവമല്ലേ, സമയേന്ന് വിളിച്ചിട്ട് പോയാൽ മതിയല്ലേ? യേശു പറയുന്നത് അല്ല, അവനെ പോലെ ആകും. യോഹന്നാൻ പറയുന്നത് ഫിലിപ്പി 3:21 നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് ആയിരിക്കുന്നത്, അവിടെ നിന്ന് യേശു വരുവാൻ കാത്തിരിക്കുന്നതാണ്. അവൻ തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് തൻ്റെ താഴ്ചയുള്ള ശരീരത്തിനെ മഹത്വമുള്ള ശരീരത്തിന് തുല്യമായിട്ട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുക, അല്ലല്ലോ? അപ്പോൾ യേശുവിനെ പോലെ മാറുമോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നോ? മാറുമോ? യേശു പറഞ്ഞു, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവനാണ് എൻ്റെ സഹോദരൻ സഹോദരിയാവും, പറഞ്ഞല്ലോ. എൻ്റെ സ്നേഹിതനാവും, പറഞ്ഞല്ലോ. വെളിപ്പാട് 3:21 ഞാൻ വിജയിച്ച് അവിടെ പിതാവിൻ്റെ വലതു വശത്ത് ഇരിക്കുന്നത് പോലെ വിജയിക്കുന്നവരെ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും, പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലല്ലേ? മനസ്സിലായോ? അപ്പോസ്തല പ്രവാചന അടിസ്ഥാനം ഇതാണ്. ഇവിടെ ഇപ്പോൾ കാണുന്നതല്ല, യേശുവിനെ പോലെ മാറുവാനാണ് ദൈവം നമ്മെ വിളിച്ചിട്ടുള്ളത്. ആ ഉണർവ് നമുക്ക് വേണം. ഈ ലോകപ്രകാരമായ കാര്യങ്ങൾ അത് രോഗസൗഖ്യമാവാം, വേറെ ധനരീതിയിലുള്ള കാര്യങ്ങൾ, അതൊക്കെ ദൈവം തരും, ഇല്ലെന്ന് പറയുന്നില്ല. ആവശ്യമുള്ളത് മതിയല്ലോ, തരും. മത്തായി 7:21-23 വായിക്കുമ്പോൾ, സ്വർഗസ്നായ ദൈവത്തിൻ്റെ ഹിതം ചെയ്യാതെ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ആ സ്വർഗരാജ്യത്തിൽ കടക്കുന്നില്ല, അല്ലേ? അത് ആരാ വിളിച്ചത്? അവിടെ കാണും, വായിക്കാം. എൻ്റെ നാമത്തിൽ ഭൂതങ്ങളൊക്കെ പുറത്താക്കി, പ്രവാചകൻ പറഞ്ഞു, അസുഖങ്ങളൊക്കെ മാറ്റി, അത്ഭുതങ്ങളൊക്കെ ചെയ്തവരാ. അവരെ നോക്കിയാണ് യേശു പറയുന്നത് ദുഷ്പ്രവർത്തിക്കാർ, അല്ലേ? അവിടെ കാണും ദുഷ്പ്രവർത്തിക്കാരനെ. ചെല്ല്, അറിയില്ല നിന്നെ, എനക്ക് അറിയില്ല. ആരാണ്? യേശുവിനെ കർത്താവിനെ ആരാധിച്ചവരാണ്, യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താക്കിയവർ. അതൊക്കെ ചെയ്തു, പക്ഷേ യേശുവിൻ്റെ വചനപ്രകാരം ജീവിച്ചില്ല, മാതൃകാപ്രകാരം ജീവിച്ചില്ല, സ്വർഗസ്ഥനായി ഹിതം ചെയ്തില്ല. സ്വർഗസ്ഥനായി ഹിതം ചെയ്യുന്നത് എന്നുള്ളത് മാതൃക കാണിക്കാനല്ലേ യേശു ഇവിടെ വന്നത്. അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ പലരും പല രീതിയ കാര്യങ്ങൾ ഇവിടെ കാണുന്നു. അവിടെ ചെന്ന് കൊടുങ്ങരുത്. നമ്മുടെ തേഹി നമുക്ക് പ്രധാനമല്ലേ? എന്താ, നമ്മുടെ അഹമയുള്ള നമുക്ക് പ്രധാനം. കാരണം അവിടെ യേശുവിൻ്റെ മുമ്പെല്ലാം നിൽക്കേണ്ടത്. വെളിപ്പാട് 3:5 വിജയിക്കുന്നവരെ ഞാൻ എൻ്റെ പിതാവിൻ്റെ മുമ്പ് ദൈവദൂതന്മാർ മുന്നിൽ ഞാൻ അവനെക്കുറിച്ച് വിളിച്ച് പറയും, സാക്ഷ്യം പറയും, അല്ലേ? അപ്പം യേശു ആണ് നമ്മെക്കുറിച്ച് സ്വർഗത്തിൽ സാക്ഷ്യം പറയേണ്ടത് പിതാവിൻ്റെ മുമ്പിൽ. പാസ്റ്റർമാരല്ല, ഞാനുമല്ല, ബിഷപ്പുകളല്ല, ഇവിടെ ഉള്ള ക്രിസ്തീയ നേതാക്കളല്ല, അല്ലേ? അപ്പം യേശുവോട് ഒരു കൃത്യമായ ഉറപ്പായ അങ്ങനെയുള്ള ഒരു ഐക്യതയിൽ ജീവിച്ചില്ലെങ്കിൽ എങ്ങനെ ചെല്ലുവാൻ കഴിയും, അല്ലല്ലേ? ഒന്ന് ഞാൻ ചോദിക്കട്ടെ, യേശു വരും, അതിനുടെ അടയാളങ്ങൾ ഒക്കെ കാണുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അല്ലേ? വിശ്വസിക്കുന്നല്ലോ. യേശു വരും ചെല്ലണം. യേശു വരുമ്പോൾ ഒരു ക്ഷണപ്പളിതിൽ, അല്ലേ, രൂപാന്തരപ്പെട്ട് ഈ ശരീരം വിട്ട് ആ ശരീരം പോലെ, അല്ലേ? ഈ ശരീരം വിട്ട് യേശുവിൻ്റെ ശരീരം മാറും, രൂപാന്തരപ്പെടുക എന്നുള്ളത് നമ്മുടെ വിശ്വാസം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ചർച്ചിൽ ഇവിടെ വന്ന് എത്ര വർഷമായി എന്ന് എനിക്കറിയില്ല. 10, 20, 25 പല വർഷങ്ങളാവാം, അല്ലേ? ചോദിക്കും, എങ്ങനെയാണ് പാസ്റ്റർ ബ്രദർ, എങ്ങനെയാണ് ഇരിക്കുന്നു? അങ്ങനെ തന്നെ ഇരിക്കും പാസ്റ്റർ. എന്താ, 25 വർഷം അങ്ങനെ തന്നെ ഇരിക്കുന്നു, വരുന്നു പോകുന്നു, പാട്ട് പാടുന്നു, കാണിക്ക കൊടുക്കുന്നു, പോകുന്നു. ദാറ്റ്സ് ആൾ. എല്ലാ പ്രാർത്ഥനയ്ക്കും ഞാനുണ്ട്, പക്ഷെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ആ വചനം 2 Corinthians 3:18 വായിച്ചത് ആ പ്രതിമയായി, അല്ലേ?
അങ്ങനെ തന്നെ രൂപാന്തരപ്പെടണം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ആൻഡ് നൗ ഇറ്റ്സ് ഹാപ്പനിങ്. ഇപ്പോൾ തന്നെ നമ്മൾ ചെറുതായിട്ട് യേശുവിനെ പോലെ ഇവിടെ മാറുക എന്നുള്ളതാണ്. അതിലെ വചനങ്ങൾ വായിച്ചത്. അപ്പോൾ 25 30 ഇത്ര വർഷം എന്നറിയില്ല, ഇത്ര വർഷം വന്നിട്ടും യേശുവിനെ പോലെ രൂപാന്തരം ഒന്നും എനിക്ക് വന്നില്ലല്ലോ പാസ്റ്ററെ. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആ സെക്കൻഡ് യേശു വരുമ്പോൾ, ആ ക്ഷണപ്പുള്ളത് എങ്ങനെ രൂപാന്തരപ്പെടും നിങ്ങൾ? 25 വർഷം ഒരു രൂപാന്തരം നിങ്ങളിൽ വന്നിട്ടില്ല. അങ്ങനെയെങ്കിലേ എങ്ങനെ രൂപാന്തരപ്പെടാൻ കഴിയില്ലല്ലോ. എന്താ പറയുന്നു? പ്രശ്നം ഇവിടെയാണ്. പലപ്പോഴും പാടിയാൽ മതി, യേശു ആരാധിച്ചാൽ കൊണ്ടുപോകും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. യേശു അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇതല്ലേ വചനം, ഉപദേശം. അതാണ് അപ്പോസ്തല ഉപദേശമൊക്കെ ഞങ്ങൾ പറയുവാൻ വേണ്ടി എന്നെ അയക്കുന്നത്, ദൈവം അയക്കുന്നത്. സോ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? പലപ്പോഴും വിശ്വാസികൾ ഇവിടെ വന്നു എന്ത് കിട്ടി? ഒരു നല്ല ഭവനം ഉണ്ടോ? ഒരു കാറ് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. അവരൊക്കെ മറ്റു മതക്കാരൊക്കെ അങ്ങനെ 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 ഉയർച്ചയിലേ ചെല്ലുന്നു. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ്. ഇവിടെയുള്ള പ്രസംഗിമാരൊക്കെ അങ്ങനെയല്ലേ സംസാരിക്കുന്നത്. യേശു നിന്നെ അവിടെ ലോകത്തിൻ്റെ മലയുടെ മുകളിൽ കയറ്റും എന്നുള്ളത് പോലെ വിശുദ്ധ സമയം അവസാനിക്കുന്നു. വിശുദ്ധമായിട്ട് സംസാരിക്കുന്നതാണ്. ഏത് കാര്യത്തിൽ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയും. ദൈവാത്മാവിനൊക്കെ എന്താ കഴിവ് തന്നിട്ടുണ്ട്. അപ്പോൾ പൈശാസ് പറയുന്നതാണ് ലൂക്കോസ് 8:5 എന്നോ 4:5 യേശുവിനെ മലയിൽ മുകളിൽ അവിടെ കൊണ്ട് ചെന്ന് ഈ ലോകപ്രകാരം കാര്യമൊക്കെ കാണിച്ച്, ഇതൊക്കെ എൻ്റെ കസ്റ്റഡിയിലാണ് അല്ലേ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് തന്നെ കൊടുക്കും അല്ലേ, പറഞ്ഞു. പൈശാസിൻ്റെ പീഡനത്തിനാണ് ഈ ലോകം. ആദം അവിടത്തിൽ കൊടുത്തിരുന്നു, പിന്നീട് ശാപം വന്നു പൈശാസിൻ്റെ പുറകിൽ ചെന്നത് കൊണ്ട്. ഇസ്രായേലർക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു. ഉൽപ്പത്തി ആവർത്തന പുസ്തകം 28 മുതൽ 14 വചനങ്ങൾ കൊടുത്തിരുന്നുള്ള വാസ്തുതയാണ്. പിന്നീട് അവർ ബിംബാരാധന ചെയ്തല്ലോ, 10 തരം പരീക്ഷിച്ച് നോക്കിയല്ലോ, അങ്ങനെ ഉണ്ടല്ലോ. വട്ടം കറക്കി മരുഭൂമിയിൽ കൊന്ന് അവിടെ കുളിച്ച് മൂടി. അവിടെ മക്കളൊക്കെ അവിടെ ഇസ്രായേൽ ദേശത്തിൽ ചെന്ന് ബിംബാരാധന ചെയ്തല്ലോ. എസ്ലേം ദേവാലയത്തിൽ അങ്ങനെയൊക്കെ വെച്ച് ബിംബാരാധന ചെയ്തത് എസേക്കിയേൽ 8:5 വായിക്കുന്നല്ലോ. പിന്നീട് എന്ത് സംഭവിച്ചു? ദൈവം തന്നെ അതൊക്കെ ഇടിച്ച് തകർത്ത് കളഞ്ഞു യേശുവിനെ അയച്ചത്. അതാണ് യെശയ്യാ 65:17 പറയുമ്പോൾ, ഇതാ ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും പണിയാൻ പോകും, മുമ്പത്തെ ഇനി ഓർക്കുന്നില്ല. ആദം അവ്വാനടുത്ത് പറഞ്ഞതാണ്. ഉൽപ്പത്തി 1:28 വർദ്ധിപ്പിക്കുക, പെരുകി ഭൂമി നിറപ്പി അനുഗ്രഹിച്ച് എന്നുള്ളത് കാണാം. പിന്നീട് പൈശാസിൻ്റെ പുറകിൽ അവർ ചെന്നതുകൊണ്ട് നീ ഇനി വർദ്ധിക്കണ്ട. ഉൽപ്പത്തി 3:16 അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ വേദന ഉണ്ടാകും പറഞ്ഞല്ലോ. ഈ ഭൂമി നിൻമുഖാന്തരം ശപിക്കപ്പെട്ടിരിക്കും പറഞ്ഞല്ലോ. നീ മണ്ണിലിരുന്ന് നിന്നെ പൊടിയാകുന്ന പൊടിയിലേക്ക് തിരികെ ചേരും പറഞ്ഞല്ലോ. അവസാനിച്ചു. പിന്നീട് ഇസ്രായേലർക്ക് കുറച്ച് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തതാ. അവരും ഇങ്ങനെ പോയത് കൊണ്ട് തരൂല്ല എന്ന് എല്ലാം കുളിച്ചു മൂടിയിട്ടാണ് യേശു അയച്ചത്. യേശു വന്ന് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം, അതല്ലേ ആദ്യത്തെ പ്രസംഗം. സ്വർഗം എന്ന് പറയുന്നത് മുകളിലാ, മേലല്ലേ അവിടെ ഉയരത്തിൽ. അങ്ങനെ നോക്കുക. അതാണ് യോഹന്നാൻ 14:2 വായിക്കുമ്പോൾ, അവിടെ പിതാവിൻ്റെ ഭവനത്തിൽ വസിപ്പിടങ്ങളുണ്ട്, അവിടെ നിങ്ങൾക്കായിട്ട് ഒന്ന് ഒരുക്കിയിട്ട് ഞാൻ അവിടെ വിളിച്ചുകൊണ്ട് പോകും. ഇവിടെ വയ്ക്കുന്നത് പറഞ്ഞില്ലല്ലോ. 2 പത്രോസ് 3:7-13 വരെ വായിക്കുമ്പോൾ, ഇപ്പോൾ കാണുന്ന ഈ ആകാശം ഭൂമി തീക്കായി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു അല്ലേ. 13 ദൈവ നിയമം വസിക്കുന്ന, ദൈവം ഭരിക്കുന്ന പുതിയ ആകാശത്തിനും ഭൂമിക്കായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. നിങ്ങൾ എതുക്കാ കാത്തിരിക്കുന്നു? പാസ്റ്ററൊക്കെ എന്താണ് പറയുന്നത് അല്ലേ? ചോദ്യം. മുമ്പ് ഈ ലോകത്തിൻ്റെ മുകളിൽ മലകളുടെ മുകളിൽ കയറുവാനോ? അങ്ങനെയാണോ? യേശു അങ്ങനെ പറഞ്ഞോ? അല്ലല്ലോ. ഞാൻ ഇരിക്കുന്ന ഇടത്തിൽ കൊണ്ടു ചെല്ലും എന്നല്ലേ കൊലോസി 3:1-2. ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിലിരിക്കുന്ന ഉന്നതമായ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ അല്ലേ. ഈ ലോകപ്രകാരമായ കാര്യങ്ങളല്ല. അവിടെ വചനമുണ്ട്. ഓക്കെ, മലയാളത്തിൽ അവിടെ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ സഭ എവിടെ ചെല്ലുന്നു? അപ്പോൾ വിശ്വാസികൾ പലപ്പോഴും കൺഫ്യൂസിലാണ്. പലപ്പോഴും പഴയ നിയമത്തിൻ്റെ കാര്യങ്ങൾ വായിച്ച് അവിടെ മണ്ടയിൽ കയറ്റി, ഭൂമിയിൽ ഉയരത്തിൽ കയറാം. പിന്നീട് പാസ്റ്ററേ കുറച്ച് വർഷമായിട്ട് വായിക്കുന്നു, ധ്യാനിക്കുന്നു, കയറാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ പോട്ടെ, വേറെ മാർഗത്തിൽ പോട്ടെ. അങ്ങനെയല്ലേ പ്രശ്നം വന്നത്? പറയേണ്ടത് കൃത്യമായിട്ട് ശരിയായിട്ട് വാസ്തവം ഇതാണ്, സത്യം ഇതാണ് എന്ന് പറഞ്ഞിരുന്നാൽ അവരുടെ ഇവിടെ നിൽക്കും. അന്ന് അങ്ങനെയല്ലേ സംസാരിച്ചത്. ഇന്ന് മരിച്ചാൽ എവിടെ പോകുന്നല്ലേ പ്രസംഗിച്ചു. അങ്ങനെ വന്നവരല്ലേ സഭയായത്. ഇന്ന് മുകളിൽ കയറ്റം അവർ ഓടിക്കൊണ്ടേ വട്ടം കറങ്ങുകയാണ് അല്ലേ. പലരും ഇപ്പം ഞാൻ പല രീതിയിൽ സംസാരിക്കുന്നതാണ്. എൻ്റെ അടുത്ത് പാസ്റ്റർ എടോ നീ എവിടെ പോയി? യേശുവിൻ്റെ പുറകിൽ ചെന്നില്ലേ? യേശുവിൻ്റെ പുറകിൽ ചെല്ലാം, യേശു ഇരിക്കുന്ന ഇടത്തിൽ ചെല്ലാം. യേശു അവിടെയല്ലേ ഇരിക്കുന്നത്, ഇവിടെയാണോ? ഇവിടെ പൈശാസല്ലേ ഇരിക്കുന്നത് എന്നൊക്കെ വചനങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ്, അങ്ങനെ ആയില്ല പാസ്റ്റർ, തെറ്റിപ്പോയല്ലോ. ഇവന്മാരൊക്കെ ഇത്രയും പേരായിരിക്കുന്നതൊക്കെ ഞാനും കുറച്ച്
അങ്ങനെ തെറ്റി, ആ വഴി തെറ്റി. ഹല്ലേലൂയ. നിങ്ങൾ തെറ്റരുത്, യേശു മാത്രം നോക്കിയാൽ മതി. യേശുവിൻ്റെ കയ്യിൽ, എൻ്റെ കയ്യിൽ, ആ വചനം വായിക്കാം. യോഹന്നാൻ 10:27-28. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. അവിടെ വാക്കൊക്കെ ഉണ്ട്. ഞാൻ അവയെ മാത്രം അറിയും, അവകളെ മാത്രം എൻ്റെ കയ്യിൽ വെച്ചെടുക്കും. ആരും അവയെ എൻ്റെ കയ്യിലിരുന്ന് പിടിച്ച് പാർക്കുന്നില്ല. ഞാൻ അവർക്ക് മാത്രം നിത്യജീവൻ നൽകും. 1 യോഹന്നാൻ 2:25-26 പറയുന്നത് ഇങ്ങനെയാണ്. നിത്യജീവനെ നൽകുമെന്നുള്ളതാണ് അവൻ നമുക്ക് ചെയ്തിരിക്കുന്ന വാഗ്ദാനം അല്ലേ? ഇനി വട്ടം കറങ്ങരുത്. യേശുവിൻ്റെ വചനപ്രകാരം ജീവിക്കുക, മാതിരി പ്രകാരം ജീവിക്കുക. അങ്ങനെ ആയിരുന്നാൽ അവൻ്റെ കയ്യിൽ നമ്മളായിരിക്കും. നമുക്ക് ദൈവം വേണ്ട പരിഹാരങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പരിഹാരം എന്ന് പറഞ്ഞത് അത്ര വെറുതെ അല്ലല്ലോ, അല്ലല്ലേ? നമ്മൾ അവരുടെ കയ്യിലായിരുന്നാൽ പരിഹാരം ചെയ്യും. അകത്ത്, വലത്തെ കൈയിൻ്റെ അകത്ത്. പുറത്തായാലോ ആർക്കറിയാം? അറിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഭൂതങ്ങളൊക്കെ പുറത്താക്കാം, അറിയില്ല. എൻ്റെ ഉപദേശപ്രകാരം ജീവിച്ചില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണും. കുറച്ച് ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞ്, ഞാൻ വളരെ വിശദമായിട്ട് സംസാരിക്കുന്നതാണ്. ദൈവഹിതമെങ്കിൽ വീണ്ടും നമ്മൾ കാണാം. എങ്ങനെ ആയാലും ഈ വചനപ്രകാരം ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.